സോ ഹലോ ഗൈസ്, വെൽക്കം മാസഫ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു പുതിയ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു പുതിയ വീട്ടിന് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് അസംഭവം ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഗൈസ് നമ്മളെന്ന് കൊണ്ടുവന്ന വണ്ടിയുടെ പേരാണ് വണ്ണാസ് ആണ് ഗൈസ് നമ്മളെന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഗൈസ് അപ്പോൾ ഈ വീഡിയോ 10K ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ലൈക്കാണ് ഗൈസ് ഇന്നത്തെ നമ്മൾ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഗൈസ്, എവിടും നമുക്ക് നിർത്തണ്ട. ഓക്കെ, നമുക്ക് എവിടെ നിർത്തേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് നമ്മൾ ട്രാവലർ കൊണ്ടുവന്നായിരുന്നല്ലോ. ഞാൻ ആ വീഡിയോ ഇട്ടായിരുന്നു, 2 വീഡിയോ ഇട്ടായിരുന്നു ട്രാവലറിൻ്റെ. അതിനകത്ത് ആദ്യം കൊണ്ടുവന്നൊരു ട്രാവലർ ഉണ്ടായിരുന്നു. അല്ല, രണ്ടും ഒരേ ട്രാവലർ തന്നെ. ആദ്യം ഒരു ട്രാവലർ ആദ്യത്തെ ആ വണ്ടി ട്രാവലർ കൊണ്ടുവന്ന ആദ്യത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കാണുക. ആ സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. എന്നാൽ അവർക്ക് അവിടെ തന്നെ പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. നമുക്കിനി അവിടെ തന്നെയാണ് അവരെ കൊണ്ടാക്കേണ്ടത്. അവരെ കൊണ്ട് അവിടെ ആക്കിയിട്ട് അവിടെ എന്തോ എല്ലാവർക്കും അവിടെ ആണെന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല, പെട്ടെന്ന് തന്നെ പോയേക്കാം. അവൾക്ക് വലുതല്ലായിരുന്നു അവൻ്റെ ഫ്രണ്ടിൽ പോകുന്നവർക്ക്. എന്നിട്ട് അവളെന്തിനാ ഫ്രണ്ടിൽ പോകുന്ന? അവിടെ ചെന്നിട്ടിടാനാണല്ലേ. ഞങ്ങൾ വിചാരിക്കും അങ്ങോട്ട് പോകാനാണ്. അതാ ഞാൻ സൈഡ് ഒതുക്കി തന്നെ. ചിലവന്മാരുണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ വഴിക്കൂടെ ഇൻഡിക്കേറ്റർ ഇടുക. അപ്പോൾ ഞാൻ ബ്രേക്ക് ചിലപ്പോൾ ഞാൻ ചവിട്ടി കൊടുക്കത്തുള്ളൂ. അപ്പോൾ അവന്മാർക്ക് തിരിഞ്ഞ് ഒറ്റ പോക്ക. നിർത്തി കൊടുക്കുമ്പോഴും കുഴപ്പം, നിർത്തി കൊടുക്കാത്തപ്പോഴും കുഴപ്പം. പിന്നെ നിർത്തി കൊടുക്കുന്നത് നമ്മുടെ മനസ്സിന് വൈപ്പറുണ്ട്. അങ്ങനെ വൈപ്പർ കൊള്ളല്ലേ, ഇഷ്ടപ്പെട്ടു. ഞാൻ പൊന്നളി ബാക്കൊന്നും ആവല്ലേ. നമ്മുടെ വണ്ടി ലുക്ക് കണ്ടോടെ, അജാതി ലുക്ക്. താത്തൊക്കെ വെച്ചേക്ക് കാണിച്ചത്. താത്ത വെക്കുന്നത് താത്തൊക്കെ വെച്ചാൽ പിന്നെ ആവട്ടെ. ഇനി നമുക്ക് വണ്ടി എടുത്തോണ്ട് പോവാം. അല്ലെങ്കിൽ ചിലവന്മാർ നമുക്ക് വണ്ടിക്ക് സ്ഥലം തരത്തില്ല. നമ്മൾ നല്ല പോലെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെ നമ്മൾ തിരിഞ്ഞിറങ്ങുന്നത്. പോകുന്ന വഴി പെട്രോൾ അടിക്കണം. പെട്രോൾ പമ്പ് എവിടെയാണെന്ന് അറിയത്തില്ല. ഈ പെട്രോളിൻ്റെ ഒരു കുറവുണ്ട്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വേണം പോകാൻ. പെട്രോൾ ടാങ്ക് കട എവിടെയാണ്? കുഴപ്പമില്ല, നമുക്ക് പോകുന്ന വഴി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. ഇപ്പോൾ അടുത്തോട്ട് നിങ്ങൾ ഏത് വണ്ടിയാണ് വണ്ണസിൻ്റെ ഏത് വണ്ടിയാണ് കൊണ്ടുവരേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. വണ്ണസ് വോൾവോയുടെ ഏത് വണ്ടിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് കൊണ്ടുവരുന്നതായിരിക്കും. വോൾവോയുടെ സ്ലീപ്പർ കൊണ്ടുവരാൻ. ഇത് സ്ലീപ്പറാണ്. സ്ലീപ്പറാണ്. നമ്മൾ KSRTC കൊണ്ടുവരണം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. വോൾവോയുടെ KSRTC നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളൊന്ന് കാണാൻ മതി. ലിവറി മാറ്റിയാൽ മതി. വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ലിവറി മാറ്റിയാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ വണ്ണസിൻ്റെ വണ്ടികൾ. വണ്ണസിൻ്റെ വണ്ടികൾക്കല്ല, ഏതൊരു മോഡിന് അതേ മോഡ് തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ട്. ചില മോഡിനൊത്ത ലിവറീസും കാണും. അപ്പം ഞാൻ ഒരു ലണ്ടൻ എന്ന് പറഞ്ഞൊരു വണ്ടി മോഡ് വഴി ഞാൻ കയറ്റി. ലണ്ടൻ എന്നായിരുന്നു ആ വണ്ടിയുടെ പേര്. നമുക്ക് അവർ ലിവറി തരുമായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി മോഡൊക്കെ ചെയ്ത് ബസ് സിമുലേറ്റർ കയറിയപ്പോൾ വണ്ടി ലണ്ടൻ അല്ല, മൂൺലൈറ്റ് ആയിരുന്നു. അതിനകത്ത് കൊമ്മൻ്റെ ലിവറി കയറ്റി തേച്ചു. അത് എഡോണായിരുന്നല്ലോ. കൊമ്മൻ്റെ ദാവൂദ് നോക്കി. അത് ദാവൂദോ ബോംബെ നോക്കി. ബോംബെയോ ദാവൂദോ ഞാൻ നോക്കി. അതിനകത്ത് ഏതോ ഒരു വണ്ടി ബോംബെയോ ദാവൂദോ കറക്റ്റായിരുന്നു. പിന്നെ ലണ്ടൻ നോക്കി. അത് ലണ്ടനും കറക്റ്റായിരുന്നു. അടുത്തോട്ട് ലണ്ടൻ വേണോ കൊമ്പൻ വേണോ അതോ നമ്മുടെ അതോ ഇത് വേണോ, എന്താ നമ്മുടെ ഈ ലോറി വേണോ ട്രക്ക് വേണോ? അതുകൊണ്ട് സൈഡിൽ കൂടെ കിടക്കുന്ന ലോറി വേണ്ടോ, ചെറിയ ട്രക്ക് അത് വേണം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ മഴ പെയ്യും ഉറപ്പാണ്. ഇപ്പോൾ പെയ്ത് ഉറപ്പായിട്ടും പെയ്യും. 5 മിനിറ്റ് 1 2 3 4 5 10 15 20 30 40 50 60 70 90 110 120 150 160 1,20,000 1,50,000. എടാ, അത് വന്ന സ്ഥലം തന്നെയാടാ. അത് ഒരു കാര്യം പറയട്ടെ, അത് വന്ന സ്ഥലം തന്നെ. ഇത് എങ്ങോട്ടാ പോണ്ടേ?
ഓപ്പ് ബാക്കിലോട്ട് പോകേണ്ടത് ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്ത്. മാങ്ങ തൊലി വണ്ടി ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോവാം. കുഴപ്പമില്ല, അവന്മാരിലാക്കി നമ്മൾ വണ്ടി കഴുകാൻ കൊണ്ടുവന്നു. പക്ഷെ നമ്മൾ വണ്ടി കഴുകാൻ വന്നതല്ലേ. നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് പോകാൻ വേണ്ടി നമ്മൾ വന്നത്. നമ്മൾ വണ്ടി കഴുകത്തൊന്നുമില്ല. നമ്മൾ വണ്ടി പണ്ട വെളുപ്പിച്ച് ബിള്ളോന്നിരിക്കും. ഈ ബസ്സിന് ഇന്തോനേഷ്യയിൽ പുതിയതാണല്ലോ. ആൾക്കാരൊക്കെ നടക്കുമോ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ? പാം 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 അങ്ങനെ സൈഡൊക്കെ നോക്കി ആദ്യം ബസ്സിൻ്റെ ഇന്തോനേഷ്യയിൽ ആദ്യമായിട്ട് ഞാൻ സൈഡൊക്കെ നോക്കി വണ്ടി എടുക്കുന്നത്. സത്യം പറയാമല്ലോ, സൈഡ് നോക്കിയിട്ടേ ഇല്ല ഇതുവരെ. ഇന്നെങ്ങാണ്ട സൈഡ് നോക്കിയത് തന്നെ. അങ്ങനെയല്ല, ഇവിടെ ഇപ്പോൾ മഴ പെയ്യും. അതിന് മുമ്പ് നമുക്ക് ഇവിടെ നമ്മളെ സ്ഥലം പിടിച്ച് പിള്ളേരെയും കയറ്റിക്കൊണ്ട് ഒറ്റ പോക്കങ്ങ് പോവാം. ഇപ്പോൾ ആണ് പച്ച സിഗ്നലാവും. ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറി കള്ള ഹമക്കുകൾ. നിങ്ങളുടെ ബസ് വന്നേ. വണ്ണസിൻ്റെ വോൾവോ വന്നേ, കണ്ണസിൻ്റെ വോൾവോ വന്നേ. വണ്ടി കയറുമ്പോൾ സംശയമുണ്ട്. വണ്ണസിൻ്റെ വോൾവോ വന്നേ. വണ്ടി കയറും, സുഖമായിട്ട് കയറും. വണ്ടി വരും, വണ്ണസിൻ്റെ വോൾവോ. വണ്ടി വന്നേ, വണ്ണസിൻ്റെ വോൾവോ വന്നേ. വണ്ണസിൻ്റെ വോൾവോ വന്നേ. ആഷിപ്പേതാ വണ്ണസിൻ്റെ വോൾവോ വന്നടാ. വണ്ടി ചേർത്തടാ മക്കളെ. ആഷിപ്പേ വണ്ടി ചേർത്ത് പിള്ളേർ കേട്ടോ. ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കടന്ന് വണ്ടിക്കകത്ത് കയറാണ്. ഇവനെന്താ എവിടെ കയറുന്നു? ഇവരാരും ഡ്രസ്സ് ഒന്നും വണ്ടിക്കകത്ത് എടുത്ത് വെച്ചില്ല. ഞാൻ ഡ്രസ്സൊക്കെ വേറെ ഡ്രസ്സൊക്കെ ഇത് പാക്ക് ചെയ്ത് വെക്കട്ടെ. ഡ്രസ്സൊക്കെ ഞാൻ പോയി പാക്ക് ചെയ്ത് വെച്ചിട്ട് വരാം. എൻ്റെ ഒരു വീഡിയോ തന്നെ. മഴ ഏടി നീ ഇറങ്ങി വന്നേടാ. അതെങ്ങനെ ഇറങ്ങി വന്നേ? ഇവിടെ പണിയൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യത്തില്ല, മര്യാദക്ക് ചെയ്തില്ല. ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞു കൊടുക്കും. ഈ ചെറുക്കനെ കൊണ്ടുവരാൻ വേണ്ടായിരുന്നൊരു പണിയും ചെയ്യത്തില്ല. പണിയും ചെയ്യുന്ന വല്ലവന്മാരെ കൊണ്ടുവന്നാലും മതിയായിരുന്നു. ഇപ്പുറത്തുണ്ടായിരുന്നു. കട്ട നടന്നിട്ടേക്കാം. അവർ പേടിക്കും. അവർ പേടിച്ച് കരയും. ബസ് അങ്ങനെ എടുക്കുകയാണ് സുഹൃത്തുക്കളെ. വൈപ്പർ നിട്ടിട്ട് അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവരെ നേരെ നമുക്കറിയാവുന്ന ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുപോവുക. നമുക്ക് മാപ്പൊന്നും വേണ്ട. നമ്മൾ പ്രോ. നമ്മൾ മാങ്ങ തേങ്ങ കൊല. മാങ്ങ തേങ്ങ കൊല. തേങ്ങ കൊല. മാങ്ങ കൊല. തേങ്ങ ഒരു ആക്സിഡൻറ്റ് നടന്നതിനെ ആദ്യമായിട്ട് ഇത്രയും സമയത്ത് ഞാൻ എന്നെ വണ്ടി ഇടിക്കാതെ ഞാൻ കൊണ്ടുപോകുന്ന കേട്ടോ. അയ്യോ നെഞ്ചേനെ. അയ്യോ എനിക്ക് നെഞ്ചേനെ എടുക്കുന്നേ. ഇത് കേട്ടിട്ടാണ് എനിക്ക് നെഞ്ചേനെ എടുക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് അങ്ങനെ പരിപാടിയാ. ഇപ്പം റെഡിയായി. അതുകൊണ്ട് ഇവൻ പോയതോ ചുമന്ന സിഗ്നലായിട്ട്. ഇവൻ പോയതോ ഞാനും പോകും. എനിക്ക് ചുമന്ന സിഗ്നലൊക്കെ പണ്ടായിരുന്നു. വണ്ണസിൻ്റെ വോൾവോയ്ക്ക് ചുമന്ന സിഗ്നലൊന്നും ഒരു ഇതേ അല്ല. നമുക്ക് ഈ നടുക്കൂടെ പോവാം. അയ്യോ എടാ നിങ്ങൾക്കിതറിയാവോ? പണ്ടത്തെ ബസ് മിലിട്ടറിനകത്തുള്ള ലോഡിംഗ് മാപ്പ് ഇത് നിങ്ങൾക്കറിയാവോ? നേരത്തെ മോനെ സീൻ ഇതൊക്കെ കാണാൻ എത്ര നാളെ ഞാൻ കൊതിച്ചിട്ടൊന്നാണെന്നറിയാവോ? ഇതൊക്കെ പണ്ടത്തെ ബസ് മിലിട്ടറിൻ്റെ രക്ഷീയത്തുള്ളത്. ഇതൊക്കെ വാൾപേപ്പറസ് ആയിരുന്നുണ്ട് ഈ ബസ്സിൻ്റെ. ഏജാതി മോനെ. പെയ്യെ പോവാം. സ്ലീപ്പർ കയറുമോയെന്ന് തന്നെ ഒരു സംശയമുണ്ട്. കാരണം വലിവില്ല വണ്ടിക്ക് അങ്ങോട്ട്. നമ്മൾ താഴത്തെ വണ്ണേ മേളത്തെ വണ്ണേ അങ്ങനെ ഉണ്ട്. അങ്ങനെ
വണ്ടി കയറുമോന്നൊരു സംശയം. വലിച്ച ഏറ്റമൊക്കെ മിക്കവാറും പെടാനുള്ള സാധ്യതയുണ്ട് മോനെ. അതും നോക്കി ഇങ്ങനെ പോ. മിക്കവാറും പെടാനുള്ള സാധ്യത ഉണ്ടട മോനെ, ഉണ്ടട മോനെ. വണ്ണസിൻ്റെ വണ്ടി ഇവിടെ ഒന്നും കയറിയിട്ടില്ല. അത് വേറൊരു സത്യം. ഞാൻ ഇതുവരെ ഈ വണ്ടി ഇവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട്, നമ്മൾ ട്രാവലറൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട്, എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മളിവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ വെച്ചങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ മോനെ ചുഴൽമല. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടുക്കത്തെ സീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഒന്നാമത് നല്ല ബ്രേക്ക് പോലും ഇല്ല, ക്ലച്ചൊക്കെ വിട്ടാൽ കിടക്കുകയെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടുക്കത്തെ സീനാണ്. അവിടെ ചെന്നിട്ട് മഴ പെയ്താലും മതിയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ക്ലച്ചും പിടിച്ച് ബ്രേക്കും പിടിച്ച് അവിടെ നിർത്താമായിരുന്നു വണ്ടി. വൺ വേ ആട്ടോ, വൺ വേ. ഒറ്റ വഴി കൂടെ ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെ എന്തിനാണെന്നോ എന്തോ ഇവിടെ വണ്ടി കയറുന്നില്ല. ആണ്ടേ കേറ് വണ്ടി, കേറ് വണ്ടി. 17, 16, 15 കേറ് 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 അങ്ങോട്ട് കേറ് കേറ്. 30, 40, 50 അങ്ങോട്ട് കേറാ. കേറ് കേറ് കേറ്. അത്രേ ഉള്ളൂ. നെക്കി പിടിക്കുന്നുണ്ട് അത് കേറ്, ഇല്ലെങ്കിൽ വലിച്ചോ പുത്ര. സ്ഥലം എത്താറായി. എന്നല്ല എത്തി. എൻ്റെ വണ്ടി ഇനി എവിടെ ഒതുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ കുഞ്ഞാണ്ടി സ്ഥലത്ത്. ഞാൻ പോയി വണ്ടി ഒന്ന് ഇതാക്കട്ടെ, ഇവരെ ഒന്ന് ഇറക്കി വിടട്ടെ. കഴിച്ചപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ പിള്ളേരെല്ലാം കയറ്റി നമ്മളപ്പോൾ അങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കഴിച്ച് പിള്ളേരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവരൊക്കെ അങ്ങോട്ട് അടിച്ച് പൊളിക്കാറുണ്ട്. അവരൊക്കെ അല്ല ഫാക്ടറിയുടെ അകത്ത്. അവരൊക്കെ പിള്ളേരൊക്കെ അതുകൊണ്ട് ഫാക്ടറിയുടെ അകത്ത് പോയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള മാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ പിള്ളേരൊക്കെ ഫാക്ടറിയുടെ അകത്താണ്. നമുക്കിനി നമ്മുടെ വണ്ടിയെ കൊണ്ട് ഒതുക്കണം. അതിവിടെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കാരണം വണ്ണസിൻ്റെ വോൾവ് ഇത്രയും വലിയ ബസ്സൊക്കെ അതുകൊണ്ട് താഴെ ഒതുക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ സ്ഥിതിക്ക് നമുക്ക് ഈ വണ്ടി എങ്ങനെയാലും താഴെ ഒതുക്കിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അമ്മമാർ പറഞ്ഞ 5000 രൂപ ഫൈൻ തരുമെന്ന്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒതുക്കിക്കോ, ഇങ്ങനെ കിടത്തിക്കോ എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ വരുന്ന വണ്ടികൾക്കെല്ലാം ഒതുക്കാനുള്ള സ്പേസിലാണ് നമ്മൾ വണ്ടി കൊണ്ട് ഒതുക്കിയെന്ന് അവർ പറഞ്ഞത്. 5000 രൂപ ഫൈൻ ഉണ്ട്, നിങ്ങൾ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയണ്ട. 5000 രൂപ ഫൈൻ വന്നിട്ട് നിങ്ങളോട് ഒതുക്കിക്കോ എന്നാണ് 5000 അവർ പറഞ്ഞത്. 5000 രൂപ ഫൈന് പകരം തന്നെ നമുക്ക് നല്ലത് വണ്ടി കാപ്പോട്ട് ഒതുക്കുന്നില്ലേ. എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് സ്ലീപ്പർ ബസ്സാണ്. ഇതിൻ്റെ ടയറൊക്കെ ഒരേ രീതിയിൽ അതിൻ്റെ ടയറൊക്കെ വളയുന്നത്. ഇതിപ്പോൾ എങ്ങനെ ഇനി കയറ്റിക്കൊണ്ട് പോകുന്നാണ് പറയുന്നത്. ഓ ഇറങ്ങി എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അതും പോയി കേട്ടോ അവരുടെ കൂടെ. അവനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ പറഞ്ഞെന്നാൽ പോയിക്കോന്ന് പറഞ്ഞു. താപ്പോട്ട് ഒതുക്കാം. ഡോർ തുറന്നിട്ടേക്കാം. അല്ല ആവശ്യം കാണാൻ വന്നു കഴിഞ്ഞാൽ അവർ വരും. നമുക്ക് നമ്മളെ വണ്ടിക്ക് വെളിയിലോട്ടങ്ങ് ഇറങ്ങാം. വണ്ടി ചെറുതായിട്ട് കുലുങ്ങുന്നു.
അപ്പോൾ കുലുങ്ങൊക്കെ നിർത്തി. അതിപ്പോൾ നമ്മുടെ ബാക്കിൽ കൂടെ നമുക്കൊരു ചായ കുടിക്കാനുള്ളൊരു വഴിയുണ്ട് ഗൈസ്, കാണിച്ച് കേൾക്കണ്ട. നമ്മുടെ ശശിയണ്ണൻ്റെ ചായക്കട തന്നെ. ശശിയണ്ണ ഒരു ചായക്കട. ആ മോനെ നീ വന്നാ? ശശിയണ്ണൻ ഇല്ലടാ മോനെ, ഞാനാ. ആ മാമി ഒരു ഇതാ ചായ 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 ഇല്ലടാ മോനെ. മോനെ ഇത് തരാം ഞാൻ, കോഫി. ആ ചേച്ചി കോഫി ഒന്നുമല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. മോനെ മഴ കൊള്ളാതെ അപ്പുറത്ത് അവരുടെ ഇങ്ങോട്ട് കയറിയില്ലേ? വേണ്ട ചേച്ചി, മഴയൊക്കെ നല്ല ഫ്രഷ് മഴയാണ്. മോനെ ആ മരത്തിൻ്റെ കീഴിൽ കയറുന്നില്ല മോനെ. ഓക്കെ ചേച്ചി, താങ്ക് യു. ഓക്കെ മോനെ, എന്നാ മോനെ കോഫി? ആ താങ്ക് യു ചേച്ചി. മോനെ ഡാൻസിൽ മോനെ, ഞാൻ പാടിട്ട് തന്നെ. ഞാൻ പാട്ട് പാടിയാൽ മതിയോ മോനെ? സ്പീക്കറില്ല. പാടിയ ചേച്ചി. ഒരു മധുരക്കിനാവില്ല ഒരമുള്ളപ്പൂ വിരിഞ്ഞു, മതി ചേച്ചി, ഞാൻ കുഴഞ്ഞു. അപ്പം മോനെ നീ എവിടെ പോകുന്നത്? ചേച്ചി ഇവിടെ ആയില്ല, അവിടെ അതിൽ വണ്ണസിനല്ല വലിയ വണ്ടിയായിട്ട് ഞാൻ ഇവിടെ വന്നു കേട്ടോ. മോനെ ഓക്കെ ശരി എന്നാൽ. നമ്മളെ ചേച്ചിയാ പേടിക്കണ്ട, നമ്മളെ കാട്ടാക്കനുള്ള ചേച്ചിയാ പേടിക്കണ്ട. നമ്മളെ അണ്ണനാ പേടിക്കണ്ട. നമ്മളെ അളിയനാ പേടിക്കണ്ട, ആരും പേടിക്കണ്ട. നമ്മളെ അളിയനാ പേടിക്കണ്ട. ഓക്കെ, നമുക്ക് ഫ്രഷ് ചായക്ക തരാൻ വിളിച്ചത്. ഞാൻ എന്തിപ്പോൾ വന്നാലും ഈ ചായക്കടയൊന്നും കയറത്തില്ല. ഞാൻ എപ്പോൾ വന്നാലും അവരുടെ ചായക്കട കയറത്തുള്ളൂ. നമ്മുടെ ശശിയണ്ണനും എന്നിട്ടുള്ള ബന്ധം അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഇവിട്ടൊരു കാട്ടാക്കടയുടെ വഴിയുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഒരു മധുരയ്ക്ക് ഞാൻ ഇവിടെ നല്ല വൈബ് സ്പോട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവർക്കാർക്കും ഞാൻ പറഞ്ഞു കൊടുത്തില്ല, കാണിച്ചു തരാം ഗൈസ്. ആരും പറയണ്ടായിരുന്നു. ഇതുകൊണ്ടോ ഇവിടെയുള്ള വൈബ് സ്പോട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ മല മൊത്തം ഇറങ്ങാനുള്ള ഒരു കൊതി വരും. കണ്ട ആകാശം മൊത്തം, അവിടെയൊക്കെ മല കണ്ട. ഇതാണ് ഗൈസ് നമ്മുടെ വൈബ് സ്പോട്ട് എന്ന് പറയാം. എന്നെ ആരോ ഫോണിൽ വിളിക്കും, നോക്കട്ടെ. മോനെ പെട്ടെന്ന് വേണം, ഇവിടെ എല്ലാവരും വിളിക്കുന്നത് തന്നെ കണ്ടേ. ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. പെട്ടെന്ന് ആദ്യം ഞാൻ വരുന്നു. ദിവസം അവർ നമ്മളെ വിളിച്ച് നമ്മളെ വണ്ടിക്കകത്ത് കയറി. പിള്ളേരെ നമ്മളെ വണ്ടിക്കകത്ത് കയറ്റണമെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നേരെ നമുക്ക് പോയേക്കാം. ഇപ്പറൊക്കെ ഇട്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാം, കത്തിച്ച് പോയേക്കാം. ഒന്നും നോക്കണ്ട. നമുക്കിപ്പോൾ അത്യാവശ്യം ലൈറ്റ് വെട്ടമുള്ളതുകൊണ്ട് നമ്മൾ വെട്ടം ഇടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും ഇറങ്ങി വരുന്ന വണ്ടികൾക്കൊക്കെ ഡേഞ്ചേഴ്സാണ്. അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുതരാം. ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ഈ ലൈറ്റ് ഇടല്, ഫുള്ളായിട്ടുള്ള നീണ്ട ലൈറ്റ് ഇടല്, ഈ ചെറിയ ലൈറ്റ് ഇടണം. കാരണം നീണ്ട ലൈറ്റ് ഇടുന്നതിന് വളവ് ഇങ്ങനെ തിരിഞ്ഞ് വരുന്നവർക്ക് കണ്ണി അടിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ വേറെ ഒരു ഇതിനകത്ത് പോകും. അപ്പം പിന്നെ അവർക്ക് വണ്ടികളൊന്നും ഓട്ടിക്കാനുള്ള പറ്റാത്തൊരു ഇതായി പോകത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അവരുടെ മൈൻഡ് വേറെ ആവും, അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് തന്നെ. അല്ലാതെ ഞാൻ നിങ്ങളെ കുറിച്ച് വേറെ ഒന്നും ഞാനല്ല, വേറൊരു മൈൻഡ് പോവും. ഓക്കെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു അത്യാവശ്യം വെട്ടം ഉണ്ടെങ്കിൽ ഞാൻ വെട്ടമിടാതെയാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അത് വേറൊരു കാര്യം. കാരണം വെച്ചാൽ എനിക്ക് വെട്ടത്തിന് ആവശ്യമില്ല. കാരണം അവർക്ക് വല്ല ഡേഞ്ചേഴ്സ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓണറാണ് അവർ എനിക്ക് വഴക്ക് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഒരു കിടിലൻ വണ്ടിയായിട്ടാണ് എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഈ വണ്ടി തന്നെ എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് വായിക്കാം, അവിടെ താമസിക്കണ്ട. നല്ല വില വന്നപ്പോൾ ഒറ്റ കയറി സൈഡ് ഇങ്ങനെ പോവാം. ഇത് മണ്ണ് കേട്ടോ, മറ്റേത് ഇങ്ങോട്ട് വരെയുള്ള റോഡാണ്.
ഇപ്പം നിങ്ങൾ ഇത്രയും സ്പീഡിൽ പോകുന്നത് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വൺ വേ അല്ലേ. അപ്പോൾ ഇങ്ങോട്ടൊന്നും വണ്ടി വരത്തില്ല, എതിരെയൊന്നും വണ്ടികൾ വരാത്തതുകൊണ്ട് നമ്മൾ ഇത്ര സ്പീഡിൽ പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മുള്ളും. സ്പീഡൊന്നും പോകാൻ പറ്റത്തില്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്പീഡ് ഞാൻ കൂട്ടുക. ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കിട്ടും. ഓ മോനെ, വീണ്ടും പണ്ടത്തെ എനിക്ക് ബസ് ട്രക്ക് ID ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ് ഇതൊന്ന് മാറ്റി തന്നെങ്കിൽ എനിക്ക് ആ ബസ്സിൻ്റെ ലുക്ക് കാണാമായിരുന്നു. ജാതി കോഴി ഉണ്ടായിരുന്ന നിങ്ങളെ കോഴി ഉണ്ടായിരുന്നു എൻ്റെ മോനെ. വിൻറ്റേജ് എന്ന് പറയാം, വിൻറ്റേജ് ഏതാ ഇവർക്കൊക്കെ ഏതാ സാധനം നോക്കേ, വൈബ് സാധനം. ഇപ്പം എൻ്റെ കയ്യിലുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഇടുന്നതായിരിക്കും. അത് ഈ ഒരു വീഡിയോയിലല്ല, ഒരു അടുത്ത വീഡിയോക്ക് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ പോയി കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സിറ്റി നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്. നമ്മുടെ അഴുക്ക് സിറ്റിയിൽ നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്. ഒരു വളിച്ച സിറ്റിയിൽ ഫുള്ള് ട്രാഫിക് ജാം. ഈ ട്രാഫിക് ജാമാണ് ഗൈസ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഉടുക്കത്തെ ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുക്കത്തെ അണ്ണാക്കിലെ ട്രാഫിക് ഗൈസ്. അങ്ങനെ നമുക്ക് ഇവരുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഇവരുടെ ഇപ്പോഴേ തുറന്നിട്ടേക്കാം. ഇപ്പോഴേ തുറന്നിട്ടുണ്ട്. ഇറങ്ങുന്നവർക്കെല്ലാം ഇപ്പം തന്നെ ഇറങ്ങി ഒറ്റ പോക്കങ്ങ് പോവാം. ബാക്കിലൊക്കെ ഉണ്ട് ഡിക്കൊക്കെ ഓൾറെഡി ഓപ്പൺ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത്. എല്ലാവരും ഇറങ്ങും. ഡ്രസ്സൊക്കെ എടുത്തല്ലോ. ഓക്കെ, റിവാരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചേക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.